الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ഉടനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ജുമുഅ ദിവസം എല്ലാ നന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നെല്ലാം മോചനം നൽകി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചക പരമ്പര എന്ന് പറയുന്നത് 1,24,000-ഓളമാണ്. അതിൽ 300-ഓളം മുർസലുകളും വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് 25 പ്രവാചകന്മാരാണ്. ആ 25 പ്രവാചകന്മാരിൽ പ്രതിഫലം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന 5 പേരുണ്ട്. അവർക്ക് ഉലുൽ അസ്മുകൾ എന്ന് പറയപ്പെടും. ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരാണ് നജിയുള്ള എന്ന് വിശേഷിക്കപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഖലീലുള്ള എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂന്നാമതായി കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 25 നബിമാരുടെ പേര് പഠിച്ചില്ലെങ്കിലും ഈ 5 പ്രവാചകന്മാരുടെ പേരും അവരുടെ സ്ഥാനപ്പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, നാമുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ 100-നും 200-നും 500-നും അധികം ആൾക്കാരുള്ളപ്പോൾ അവരുടെ പേരും സ്ഥലവും വാപ്പയുടെ പേരുൾപ്പെടെ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാരും അവരുടെ സ്ഥാനപ്പേരും പഠിക്കേണ്ടത് നമ്മുടെ നിർബന്ധമായ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് 5 പ്രവാചകന്മാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾക്ക് മീതെ പരീക്ഷണങ്ങൾ നൽകി ത്യാഗങ്ങളിലൂടെ, ക്ഷമയിലൂടെ അവരുടെ ശരീരവും മനസ്സും റബ്ബിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ആര് ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും മാറ്റി നിർത്തിയാലും തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും അല്ലാഹ് മാത്രം മതി എന്ന് വിശ്വസിച്ച് അല്ലാഹുവിലേക്ക് ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തവക്കുലാക്കി ജീവിച്ച് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിച്ച മഹാന്മാരായ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയപ്പെടുന്നത്. ആരാണ് പ്രിയപ്പെട്ടവരെ? 1 നൂഹ് നബി അലൈഹിസ്സലാം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസ നബി അലൈഹിസ്സലാം, 4 ഈസാ നബി അലൈഹിസ്സലാം, 5 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരുടെ ചരിത്രം വ്യത്യസ്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഓതുവാനും അതിലെ ചരിത്രങ്ങളും അതിലെ പ്രവാചകന്മാരുടെ ജീവിതങ്ങളും പഠിക്കുവാനും ആ പഠനങ്ങളുടെ ഒരു ഗുണപാഠം മനസ്സിലാക്കി
ജീവിതം നന്നാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുൽഖഅദിന്റെ പകുതി കഴിഞ്ഞു. ഇന്ന് 21 ദുൽഖഅദ് 21. 9-10 ദിവസങ്ങൾ കഴിയുമ്പോൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധമായ ഹറമുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലുകളിൽ നിന്നും അതിനുവേണ്ടി പുറപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇബാദത്തുകൾ റാഹത്തായി സമാധാനത്തോടുകൂടി നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമാറാകട്ടെ. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ പാപികളായ നമ്മളെയും ഓർത്ത് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇറാഖിലെ ബാബിലോണിൽ ജനനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഗ്രഹങ്ങളുടെയും അല്ലാഹുവിന്റെ സൃഷ്ടികളെ ആരാധിച്ചിരുന്ന, മനുഷ്യൻ വരെ സ്വയം ദൈവമെന്ന് ആരാധിച്ചിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ സത്യം തേടിക്കൊണ്ട് സത്യമായ ദൈവമാരാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറാവുകയാണ്. ചരിത്രത്തിൽ കാണാം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി അനുഗ്രഹിച്ച മനുഷ്യനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വളർന്നു വരുന്ന ആ ഒരു ജീവിത സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവ് വിഗ്രഹങ്ങൾ കൊത്തി അത് നിർമ്മിച്ച് അത് വിൽക്കുന്ന ഒരു തൊഴിലാണ് തന്റെ പിതാവായ ആസർ എന്ന് പറയുന്ന പിതാവിന്റെ തൊഴിൽ. സാധാരണ മനുഷ്യനായിരുന്നില്ല. കൊട്ടാരങ്ങളും വലിയ വലിയ ആൾക്കാരുമായി, പുരോഹിതന്മാരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, അവർ പറയുന്ന, അവർ ഉദ്ദേശിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കലകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊത്തുപണി നടത്തി അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി ബിംബങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആസറിന്റെ ജോലി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, യാ അബത്തി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുൻസിറു വലാ യുഗ്നി അൻക ശൈഅ. എന്തിനാണ് പിതാവേ കേൾവി ശക്തിയില്ലാത്ത, കാഴ്ച ശക്തിയില്ലാത്ത, നിങ്ങൾക്കാർക്കും ഒരു പ്രയോജനം ചെയ്യാത്ത ബിംബങ്ങളെ എന്തിനു വേണ്ടിയാണ് പിതാവെ അങ്ങ് ആരാധിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ചോദിക്കുന്നു. ഉത്തരമില്ല, പിതാവിന് പറയാൻ ഉത്തരമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദിവസങ്ങൾ കഴിയുന്തോറും ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം സഹിയിട്ട് പിതാവ് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. ഇനി നിന്റെ ചോദ്യങ്ങളൊന്നും ഈ വീട്ടിൽ പറ്റില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. ആ കാലഘട്ടത്തിൽ 3 തരത്തിലുള്ള ആരാധന ഉണ്ടായിരുന്നു. ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, ഇതുപോലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും പൂജിക്കുന്നവരുണ്ടായിരുന്നു, മനുഷ്യരെ ആരാധിച്ചിരുന്ന വിഭാഗമുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ഉത്തരം ലഭിക്കാതായപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൂമിയിലോട്ട് നോക്കുകയാണ്. ചന്ദ്രനെ ആരാധിക്കുന്നവരെ കാണുന്നുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവരെ കാണുന്നുണ്ട്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരെ കാണുന്നുണ്ട്. പക്ഷേ ഇതിലെങ്ങാനും ഇതാണോ സത്യമെന്ന് അറിയാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ആകാശഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ദിവസങ്ങളിൽ മണിക്കൂറുകൾ മാത്രം ഇടവിട്ട് സഞ്ചരിക്കുന്നതായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. പകലിലുണ്ടാകുന്ന സൂര്യൻ രാത്രിയിൽ കാണുന്നില്ല, രാത്രിയിലുണ്ടാകുന്ന ചന്ദ്രൻ പകലിൽ കാണുന്നില്ല. എന്നാലോ രാത്രിയിൽ തിളങ്ങി നിൽക്കുന്നതായ നക്ഷത്ര കൂട്ടങ്ങൾ പകലിലും കാണുന്നില്ല. ഇതെന്തൊരു മായമാണ്, മന്ത്രമാണെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അതിലും അതാണ് റബ്ബെന്ന്, അതാണ് യഥാർത്ഥ ദൈവമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അംഗീകരിക്കുന്നില്ല. ഇതിനുള്ള ഉത്തരം എവിടെ കിട്ടും? ഇതിനുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗത്തിൽ ചരിത്രങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു തന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതതൻ ലില്ലാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഒരൊറ്റ സമുദായമാണ്. സമുദായം മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തള്ളി പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യഥാർത്ഥ ദൈവത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടി, ആരാധനക്കർഹൻ ഏകനായ ദൈവത്തിനെ വിശ്വസിക്കുന്നതിന് വേണ്ടി സമുദായത്തിനോട് എല്ലാം പൊരുതി നേടിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹനെ കണ്ടെത്തിയപ്പോൾ, ഏക ദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഇബ്രാഹിം നബി ഒറ്റയാണ്, പക്ഷേ അത് ഒറ്റ സമുദായമായിരുന്നു. സമുദായം മാറ്റി നിർത്തിയപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഇടത്തോടുകൂടി, ചങ്കുറപ്പോടുകൂടി ഇവരെല്ലാം ആരാധിക്കുന്നത് കേവലം മിഥ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിലേക്ക് പലായനം ചെയ്തുകൊണ്ട് അള്ളാഹനെ അംഗീകരിച്ച, അള്ളാഹനെ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹനെ കുറിച്ച് പ്രബോധനം നടത്തി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹ് പറഞ്ഞതാ ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ഒറ്റ സമുദായമാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്ദ്രനിൽ നിന്നും അള്ളയെ കണ്ടില്ല, സൂര്യനിലും ദൈവത്തെ കണ്ടില്ല, നക്ഷത്രങ്ങളിലും ദൈവത്തെ അംഗീകരിക്കാൻ സാധിക്കാൻ വന്നപ്പോൾ മനുഷ്യർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ ബാബിലോണിയ ഭരിച്ചിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് സ്വയം താനാണ് റബ്ബെന്ന് പറയുകയും മറ്റുള്ളവരെ തന്റെ ഏകാധിപത്യം കൊണ്ട് ചിലരെ മരിപ്പിക്കുകയും ചിലരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്രൂദ് കാണിച്ചിരുന്നപ്പോൾ, അതാണ് ദൈവമെന്ന് പലരും വിശ്വസിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതും അംഗീകരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവമാവുക? എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവമായി അംഗീകരിക്കപ്പെടാൻ സാധിക്കുക? അത്രത്തോളം വിഡ്ഢികളാണോ എന്റെ സമുദായത്തിലെ ജനങ്ങളെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചറിവുള്ള ഒരു മകനായി വളർന്നു വന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. ഈ രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. പ്രിയപ്പെട്ടവരെ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദീനിയായ ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ നന്മയിലേക്ക് വഴിതെളിയിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവസാനം ആസർ എന്ന പിതാവിനെ പോലെ ഞാനും നിങ്ങൾ ആയിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നും യഥാർത്ഥ രക്ഷിതാവിനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തിരിക്കുകയുണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷത്തിൽ ഒരിക്കൽ മാത്രം അവരുടെ നാട്ടിൽ, നഗരത്തിൽ നിന്നും അപ്പുറത്ത് ഒരു വലിയ മൈതാനത്ത് രാജാവും പ്രജകളും പുരോഹിതന്മാരും അവിടുത്തെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവം വർഷത്തിൽ ഒരിക്കൽ നടക്കുകയായിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തിരുന്നു. ജനങ്ങളെല്ലാവരും ആ ഉത്സവത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രം ആ ഒരു സദസ്സിലേക്ക് ക്ഷണം ലഭിച്ചിട്ട് പോലും പോയില്ല. തന്റെ പിതാവ് വിളിച്ചിട്ട് പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയില്ല. കാരണം വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. യഥാർത്ഥ ദൈവത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ട വീര്യം അവസാനിക്കാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളെല്ലാം പുറപ്പെട്ടതിന് ശേഷം, ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടക്കുകയാണ്. എന്തിനാ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ക്ഷേത്രത്തിനുള്ളിൽ കടന്നപ്പോൾ കാണുന്നത് എന്താണ്? വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപത്തിലുമുള്ള ബിംബങ്ങൾ, അവയുടെ മുന്നിൽ ജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിഹാസത്തോടെ ചോദിക്കുകയാണ്, അലാ തഅക്കുലൂന, നിങ്ങൾ എന്തേ ഭക്ഷിക്കാത്തത്? അവർ ആഘോഷത്തിന് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ ബിംബങ്ങളായ ദൈവങ്ങളുടെ മുമ്പിൽ ആഹാരം സമർപ്പിച്ചിട്ട് പോയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിഹാസരൂപേണ ചോദിക്കുകയാണ്, അലാ തഅക്കുലൂന, നിങ്ങൾ കഴിക്കുന്നില്ലേ? മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അവസാനം അതിൽ നിന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല.
അതിൽ നിന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവവും ഇല്ലാത്ത, സംസാരിക്കാനോ കേൾക്കാനോ കഴിവില്ലാത്ത, കേവലം തച്ചുടച്ചാൽ തകർന്നു പോകുന്ന, കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, മരങ്ങൾ കൊണ്ട് കൊത്തപ്പെട്ട, സ്വർണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ബിംബങ്ങളെയാണോ ഈ മനുഷ്യർ ദൈവം ആരാധിക്കുന്നെന്ന് മനസ്സിലാക്കിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബിംബങ്ങളെ തകർക്കുകയാണ്, ആ ബിംബങ്ങളെ തച്ചുടയ്ക്കുകയാണ്. അവസാനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ആവേശം കൊണ്ടോ ചെയ്യുന്ന പ്രവർത്തനമല്ല, ബുദ്ധി ഉപയോഗിച്ച് യുക്തിയിലൂടെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ ഒരു പ്രവർത്തനമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. ബിംബങ്ങളെല്ലാം തകർത്തിട്ട് അവസാനം അവയിൽ കാണുന്നതിൽ ഏറ്റവും വലിയ ബിംബത്തെ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒഴിവാക്കി. എന്തിനു വേണ്ടിയായിരിക്കും? ആഘോഷങ്ങളെല്ലാം കടന്ന് ജനങ്ങൾ തിരിച്ചു വരുന്നു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണുന്നതോ അവരുടെ ദൈവങ്ങളെല്ലാം തകർക്കപ്പെട്ട രീതിയിൽ അവർ രോഷാകുലനായിക്കൊണ്ട് പരസ്പരം പറയുകയാണ്, ആരാണ് ഞങ്ങളുടെ ദൈവങ്ങളോട് ഈ ക്രൂരത കാണിച്ചത്? എല്ലാവർക്കും ഒരു സംശയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുണ്ട്. കാരണം ദൈവമാരാണെന്ന് മനുഷ്യരോട് ചോദിക്കുകയും ബിംബങ്ങൾക്കെതിരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുകയും ആ ആഘോഷത്തിൽ ഇബ്രാഹിം നബി പങ്കെടുക്കാതിരുന്നപ്പോൾ ജനങ്ങളെല്ലാവരും ഇബ്രാഹിം നബിയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് അവരെല്ലാം ചോദിച്ചു, ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്രമിച്ചത്? നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ തകർത്തത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബുദ്ധിപരമായി നൽകുന്ന മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. ഈ കാണുന്ന വിഗ്രഹങ്ങളിൽ ഉന്നതനായ മുതിർന്നവനായ വലിയ ഒരു ബിംബം നിങ്ങൾ കാണുന്നില്ലേ? ആ ബിംബത്തിനോട് നിങ്ങൾ ചോദിക്കൂ, മറ്റു ബിംബങ്ങളെ ആരാണ് തകർത്തതെന്ന്. ജനങ്ങൾക്ക് മനസ്സിലായി ഈ ബിംബങ്ങളൊന്നും സംസാരിക്കാറില്ല. പക്ഷേ അവരുടെ അഹങ്കാരം സത്യത്തെ അംഗീകരിക്കുന്നതിന് അവർക്ക് വഴിമാറാതെ നിന്നപ്പോൾ അവരെല്ലാവരും ഇബ്രാഹിം നബിയോട് പറയുന്നു, ഇബ്രാഹിമേ, നിനക്കറിയാമെന്നുള്ളതല്ലേ ഞങ്ങളുടെ ബിംബങ്ങൾ സംസാരിക്കില്ല എന്ന്. രോഷാകുലനായി തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, പിന്നെ എന്തിനാണ് നിങ്ങളുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് നിങ്ങളോട് സംസാരിക്കാത്ത, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത ഒരു ബിംബങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത് എന്ന് തിരിച്ചു മറുപടി ചോദിച്ചപ്പോൾ ജനങ്ങൾ മുഴുവനും നമ്രൂദ് എന്ന രാജാവിലേക്ക് ഈ സംഭവം എത്തിക്കുകയാണ്. വളരെ വിശാലമായ സംഭവമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞങ്ങളുടെ കരങ്ങളിലും ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ആ നാട്ടിലെ രാജാവിലേക്ക് ഈ വിവരം എത്തിക്കുകയാണ്. അവസാനം രാജാവും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തമ്മിൽ സംവദിക്കുകയാണ്. രാജാവ് പറയുന്നു, ഞാനാണ് റബ്ബ്. അവിടെ നിന്നും പോയി ബിംബങ്ങൾ ദൈവമാണെന്ന് ജനങ്ങൾ പറഞ്ഞ് അടികൂടി. അതിനുത്തരം കിട്ടാതെ വന്നപ്പോൾ പരാതിയുമായി ജനങ്ങൾ എന്ത് ചെയ്തു? നമ്രൂദ് എന്ന രാജാവിനടുക്കിലെത്തിയപ്പോൾ രാജാവ് ഇബ്രാഹിം നബിയോട് പറയാണ്, ഞാനാണ് റബ്ബ്, ഞാനാണ് ദൈവം. അവർ ആരാധിക്കുന്ന ബിംബങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനായ ഞാനും ദൈവമാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, فإن الله يأتي بالشمس من المشرق فأتي بها من المغرب. എന്റെ യഥാർത്ഥ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നുണ്ട്. രാജാവേ, സ്നേഹത്തോട് പറയുക, രാജാവേ, അങ്ങ് പടിഞ്ഞാറ് നിന്നും സൂര്യനെ ഉദിപ്പിച്ചാലും. പറയുകയാണ്, എന്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്നും ഉദിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? ആ സൂര്യനെ പടിഞ്ഞാറ് നിന്നും ഉദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ റബ്ബ് എന്ന് ഞാൻ അംഗീകരിച്ചു തരാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്. സാധിക്കോ പ്രിയപ്പെട്ടവരെ? സാധിക്കുമോ? ഇല്ല. പക്ഷേ എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു കൊടുത്തു. ആര്?
രണ്ടുപേരെ വിളിച്ചു വരുത്തി, ഒരാളെ കൊല്ലുകയും ഒരാളെ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് നൽകി പറഞ്ഞു വിടുകയും ചെയ്തപ്പോൾ, ഞാനാണ് റബ്ബെന്ന് നിനക്ക് ഇനി അംഗീകരിക്കാമോ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, ഇല്ല, സൂര്യന്റെ ചലനങ്ങൾക്ക് പോലും മാറ്റം വരുത്താൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നീ ഏത് രക്ഷിതാവ് എന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏക ദൈവത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ തന്റെ അധികാരം കൊണ്ട്, തന്റെ സംസാരം കൊണ്ടോ തന്റെ യുക്തി കൊണ്ടോ തന്റെ മറുപടികൾക്കോ ഇബ്രാഹിം നബിയെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്റെ അധികാരം കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശിക്ഷിക്കാൻ വേണ്ടി രാജാവ് കൽപ്പന ഇടുകയാണ്. രാജാവ് കൽപ്പിക്കുന്നു, ഈ ഇബ്രാഹിമിനെ കൊന്നുകളയുന്നതിന് വേണ്ടി നിങ്ങൾ വലിയൊരു തീക്കുണ്ടാരം നിങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ മാസങ്ങൾ കൊണ്ട് വിറകുകൾ ശേഖരിച്ച് നല്ല ആഴത്തിലുള്ള ഒരു കൂടാരം അവർ പടുത്തുയർത്തിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയുന്നതിനുള്ള രംഗം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അവർ തീ കത്തിച്ച് തീ ജ്വാലകൾ വർദ്ധിച്ചപ്പോൾ അതിന്റെ ചുറ്റുപാട് പരിസരത്ത് പക്ഷികൾക്ക് പോലും പറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീ ജ്വാലകൾ വർദ്ധിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കവണ പോലുള്ള യന്ത്രം കൊണ്ട് എറിയുന്നതിന് വേണ്ടി അവർ കൽപ്പിക്കുകയാണ്. ഈ സമയത്താണ് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ്. ഇത്ര സമയം വന്നില്ല. ഇത്രയും സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ വന്ന് അള്ളാന്റെ പ്രവാചകനായ ഖലീലുള്ളാഹ് എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന് പറയുന്നു, നബിയെ, ഞാൻ അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള മലക്കാണ്. അങ്ങ് സത്യത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് അള്ളാന്റെ മലക്കായ ഞാൻ അങ്ങയുടെ മുന്നിൽ ഇതാ എത്തിയിരിക്കുകയാണ്. അങ്ങേക്ക് രക്ഷ വേണോ, അങ്ങേക്ക് ഇതിൽ നിന്നുള്ളൊരു മോചനം വേണോ, ഞാൻ തയ്യാറാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറയുമ്പോൾ, നിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷപ്പെടുത്തലാണെങ്കിൽ എനിക്ക് വേണ്ട, എന്നെ എന്റെ അള്ളാഹ് സഹായിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്ക് ജിബ്രീലിനോട് പറയുമ്പോൾ, ആ ഒരു ആളിക്കത്തുന്ന തീജ്വാലയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ചുറ്റുപാടും ജനങ്ങളും പരിഹാസത്തോടുകൂടി കളിയാക്കുന്നുണ്ട്. ഇബ്രാഹിമിന്റെ കഥ ഇന്നത്തോടെ അവസാനിക്കുമെന്ന് ജനങ്ങൾ മുഴുവനും നോക്കി നിൽക്കവേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ ഈ സമയം, ഈ സന്ദർഭവും എന്റെ ജീവിതവും അതാ എന്റെ റബ്ബിലേക്ക് ഞാൻ തവക്കുൽ ചെയ്യുന്നു. ഈ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീയിനോട് പറയുന്നു അത്രേ, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. സൂറത്ത് അംബിയായിലെ 69-ാമത്തെ ആയത്താണ്. ഇത്രയും പറഞ്ഞത് കള്ളമാണ്. ഉസ്താദ് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആൻ എടുത്ത് സൂറത്തുൽ അംബിയായിലെ 69-ാമത്തെ ആയത്തെടുത്ത് അതിന്റെ തഫ്സീർ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ കാണാം. അല്ലാഹ് പറയുന്നു തീയിനോട്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, നീ ഇബ്രാഹിം എന്ന എന്റെ നബിക്ക് നീ എന്ത് ചെയ്യണം? തണുപ്പും സമാധാനവുമായി മാറണമെന്ന് തീയെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് കൽപ്പിക്കുകയാണ്. അവസാനം ഇബ്രാഹിമിന്റെ അവസാനമാണ്, അന്ത്യമാണെന്ന് മനസ്സിലാക്കി കൈകൊട്ടി ചിരിച്ചിരുന്നവരുടെ മുന്നിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പൂന്തോട്ടത്തിൽ പോയി പുഞ്ചിരിച്ച് തിരിച്ചിറങ്ങി വരുന്ന രീതിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ മുന്നിൽ തിരിച്ചു വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അല്ലാഹ് വീണ്ടും വീണ്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയാണ്. കുടുംബം കൊണ്ട്, മക്കളെ കൊണ്ടുള്ള വലിയ 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 ത്യാഗങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകി. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും
തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും ഭാര്യയെയും അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് രണ്ടാമതൊരു ഈദ് നൽകിയത്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ, റമദാനിന് ശേഷമുള്ള ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് ആഘോഷങ്ങളിൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിച്ചുകൊണ്ടുള്ള ബലിപെരുന്നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉദുഹിയ നൽകുന്നത്. ഉദുഹിയ എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ആ ഒരു സ്നേഹത്യാഗക്ഷമയുടെ ആ ഒരു അസ്തിത്വമാണ് ഉദുഹിയ എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി. സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി പോലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കൽപ്പന വന്നപ്പോൾ ഒന്ന് ആലോചിച്ചു ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്നും പരീക്ഷണം നൽകി, അതിനൊരു പരിഹാര മാർഗം അല്ലാഹു നൽകി. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നാൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്താൽ അല്ലാഹു അവന്റെ സഹായത്തിന്റെ വാതിലുകൾ തുറന്നു തരുമെന്നത് ഒരു പ്രവാചകന്റെ ചരിത്രം പഠിച്ചില്ലേലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 4ഓളം പരീക്ഷണങ്ങൾ അത് നമുക്ക് ഗുണപാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉദുഹിയയുടെ ഷെയർ എത്ര? ഉദുഹിയയുടെ ഷെയർ 12,000-ഉം 15,000-ഉമാണ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അതിനൊരു ഭാഗവത്താവണം. ഇൻഷാ അല്ലാഹ് അവിടെ ഇൻഷാ അല്ലാഹ് പലരും കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സമ്പത്തിൽ വർധനവും ബറക്കത്തും വിശാലതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معاشر المسلمين رحمكم الله، الجمعة حج الحرام وزيارة النبي المصطفى محمد صلى الله عليه وسلم مع الصحة والعافية والهداية يا رب العالمين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله. മാരകമായ രോഗം പിടിച്ച സ്ത്രീക്ക് വേണ്ടി ഇമാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗം പിടിച്ച സ്ത്രീക്ക് വേണ്ടി മാരകമായ രോഗം പിടിച്ച സ്ത്രീക്ക് വേണ്ടി മാരകമായ രോഗം പിടിച്ച സ്ത്രീക്ക് തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ഇമാമത്തെ വിളിച്ച് പറഞ്ഞാണ് ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ഇമാമത്തെ വിളിച്ച് പറഞ്ഞാണ് ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ഇമാമത്തെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ക്യാൻസർ ബാധിച്ച ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. ബിലാലേ ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ. 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 ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി തരണേ.
ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി അതീവ ഗുരുതരാവസ്ഥയെ കിടക്കുന്ന സ്ത്രീക്ക് വേണ്ടി നിരന്തരം തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി നിരന്തരം തരണേ. ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി ജമീനിട്ട് കടിക്കണം. എന്ത് രാജാവ് ക്യാൻസർ ബാധിച്ച സ്ത്രീക്ക് വേണ്ടി നിരന്തരം തരണേ. എല്ലാവർക്കും കുറച്ച് നമ്മൾ അല്ല അത് അത്രയും കിട്ടൂല. അതല്ലേ ഒരു സ്ഥലം പിറകെ വന്നാൽ കിട്ടും. നേരിട്ട്